മീൻകറി കഴിക്കാൻ പറ്റുമോ സാറേ? താനൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറ. നല്ല മണം. ചേച്ചിക്ക് സുഖമില്ലേ? നീ നിന്റെ കാര്യം നോക്ക്. രേവതി, മാളു, അച്ചു, എല്ലാവരും വന്നോളൂ, ഭക്ഷണം കഴിക്കാം. ചേച്ചി ഊണ് കഴിക്കണല്ലേ? എനിക്ക് വേണ്ട. അവളെന്തിയടി? ഇനി അവളോട് പ്രത്യേകം പറയണോ? മോളെ, എന്താ മോളെ കഴിക്കുന്നില്ലേ? സുഖമില്ലേ? വയറുവേദനയാണമ്മേ. ഡോക്ടറെ അടുത്ത് പോണോ? എന്താ ഇപ്പൊ ഒരു വയറുവേദന? ആ, അറിയില്ല. ദേ, അച്ഛൻ വെച്ച മീൻകറി ഉണ്ട്, വാ കഴിക്കാം. വേണ്ടമ്മേ. ഇവക്കിത് എന്താ പറ്റിയേ? ശരി, ഉറങ്ങിക്കോ. മുഴുവൻ കഴിക്കണം കേട്ടോ. ഇരിക്കെ. രേവതി എന്തി? അവക്ക് വയറുവേദനയാണെന്ന്. ഡോക്ടറെ കാണിക്കണോ? നിങ്ങൾ ഇരിക്കേ, അവൾ ഇച്ചിരി കിടക്കട്ടെ. രസം വേണോ? എന്തു പറ്റി മോളെ നിനക്ക്? ഹലോ രേവതി. ഹലോ. ഞാൻ നിന്റെ ഫ്ലാറ്റിന് മുമ്പിലുണ്ട്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പുറത്തേക്ക് ഇറങ്ങി വാ. പറ്റില്ല മനു, ഇപ്പൊ പോ പ്ലീസ്. എന്നാ അങ്ങോട്ട് വരാം. രേവതി പ്ലീസ്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. നീ എന്താ എന്റെ ഫോൺ എടുക്കാത്തെ? എന്താ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? ഞാനെല്ലാം പറയാം, നീ ഇപ്പൊ ഇവിടെ നിന്ന് പോ. ശരി, പോവാം. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പോ. പക്ഷേ നാളെ നമ്മൾ തമ്മിൽ കണ്ടിരിക്കണം. ശരി, കാണാം. ഓക്കെ. ഓക്കെ. രേവതി, നീ എന്തൊന്നും മിണ്ടാത്തെ? എന്റെ ഫ്ലാറ്റിൽ വന്ന ശേഷം നീ ഇങ്ങനെ എന്താ പറ്റിയെന്ന് പറ രേവതി. എനിക്ക് നിന്നോട് സംസാരിക്കാതെയും കാണാതിരിക്കാതെയും വയ്യ. മനു, എന്റെ അച്ഛനും അമ്മയും പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത്. വീട്ടുകാരും കൂട്ടുനിന്നില്ല. അങ്ങനെ അവരിവിടെ വന്ന് താമസം തുടങ്ങിയത്. എന്റെ അച്ഛൻ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും അറിയിച്ചിട്ടില്ല. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞാണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ നന്നായി പഠിച്ച് നല്ലൊരു നിലയിലെത്തണമെന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി. ഞാനിപ്പോ ഒരു തടസ്സമായിരിക്കൂലേ? അതല്ല മനു, നീ ഒന്നും പറയണ്ട.
ഇതൊക്കെ നീ ആദ്യം ആലോചിക്കണമായിരുന്നു. നമ്മൾ തമ്മിൽ ആദ്യം കണ്ടതെന്ന്. ഇപ്പൊ നിനക്ക് വന്ന ലക്ഷ്യബോധം അന്നില്ലായിരുന്നല്ലോ. ഞാൻ പറയുന്ന മുഴുവനും ഒന്ന് കേക്ക് മനു. നീയും ഞാനും വിചാരിക്കുന്ന പോലെ അല്ല എന്റെ ഫാമിലി. നിനക്കറിയോ, നിന്റെ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി എന്റെ അച്ഛൻ. ഞാനത് അറിയുന്നത് നിന്റെ ഫ്ലാറ്റിൽ വന്നാണ്. വാട്ടർ പ്യൂരിഫയറിന്റെ ഓഫീസിലായിരുന്നു അച്ഛന് ജോലി. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അച്ഛൻ ആ ജോലി നഷ്ടപ്പെട്ടിരിക്കും. ഞങ്ങളോടിത് പറഞ്ഞിട്ടില്ല. അച്ഛൻ ഇപ്പോഴും ആ ജോലി തന്നെയാണെന്നാണ് എൻ്റെ അമ്മ കരുതിയിരിക്കുന്നത്. എല്ലാ കുട്ടികളെയും പോലെ ഞാൻ അഹങ്കരിച്ച് നടക്കുമ്പോഴും എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി. ഐ ആം സോറി. എനിക്കറിയില്ലായിരുന്നു രേവതി. അന്ന് ഞാൻ അവിടെ വന്നത് അച്ഛൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ആകെ തകർന്നു പോയേനെ. സാരില്ല രേവതി, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നോണ്ടാ അച്ഛൻ അതൊന്നും പറയാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. പിന്നെ മഹാത്മജി പറഞ്ഞിട്ടില്ലേ, ഏത് തൊഴിലും എൻ്റെ മഹത്വം ഉണ്ടെന്ന്. മോഷ്ടിച്ചിട്ടൊന്നുമല്ലോ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ പോരുന്നത് അല്ലേ? അച്ഛൻ വൈകുന്നേരം വീട്ടിൽ വന്ന് ഓഫീസിലെ തിരക്കുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടുമ്പോൾ എൻ്റെ നെഞ്ച് തകരുന്ന ഒരു വേദനയുണ്ട് മനു. അത് നിനക്കറിയില്ല. അന്ന് നമുക്കൊരു തെറ്റ് സംഭവിച്ചു. ഇനി അങ്ങനെ തെറ്റ് സംഭവിച്ചുകൂടാ. എനിക്ക് നന്നായി പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങണം. നമ്മുടെ ഇപ്പോഴത്തെ ഈ ബന്ധം അതിനൊരു തടസ്സമാണ് മനു. ഞാനിപ്പോൾ തന്നെ പഠിക്കാൻ വളരെയേറെ പുറകോട്ടാണ്. ഇനി അത് പറ്റില്ല. അപ്പോ അതെ, നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കണം. നീ എന്നെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടെ വെയിറ്റ് ചെയ്യും. എനിക്കിപ്പോൾ അത്രേ പറയാൻ കഴിയും. രേവതി, അപ്പൊ നമ്മുടെ റിലേഷൻ ഇനി നമ്മൾ തമ്മിൽ കാണരുത്, ഫോണിലും വിളിക്കരുത്. ഞാൻ നമ്പർ മാറ്റാൻ പോവാ. ഞാൻ പോകുന്നു. ഏയ്, അപ്പൊ നീ എന്നെ ഒരിക്കലും വിളിക്കില്ല? അപ്പോ നമ്മുടെ ഈ ഓർമ്മ, ഇത് ഞാൻ എന്ത് ചെയ്യണം? മനു, നീ എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പൊ ഇവിടെ സംഭവിച്ചില്ലേ? നീ എല്ലാം ഇട്ടറിഞ്ഞ് പോവാൻ ഭാവിച്ചില്ലേ? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ. അങ്ങനെയൊക്കെ സംഭവിക്കും നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഒരു കരുതൽ. എന്തിനാ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ആരെങ്കിലും കണ്ടാൽ? കാണില്ല. എന്തേ കാണിക്കണം? മനു, തമാശയാളെ. അത് ഡിലീറ്റ് ചെയ്യാൻ. ഏയ്, ഡിലീറ്റ് ചെയ്യാൻ മനു. ആ! മനു, മനു, ദേ മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ചോളണം. ഇല്ലെങ്കിൽ പലരുടെ മൊബൈലുകളിൽ ഇത് വരും. കാണേണ്ടവരും കാണേണ്ടാത്തവരും ഇത് കാണും. എന്തേ? മനു പ്ലീസ്, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ശരി, ചെയ്യില്ല. പക്ഷേ ഞാൻ പറയുന്നിടത്തേക്ക് നീ വരേണ്ടി വരും. വരുമോ? എന്തേ, വരുമോ? അവള് വരും മനു. ഞാൻ കണ്ടു മൊബൈലില്. കൊള്ളാം. അത് മാത്രമല്ല, എല്ലാം. അത് മതി. അവൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. കള്ളൻ. കൊച്ചു കിളം തന്നെയല്ലേ കിട്ടിയത്? ഫ്രഷ് അല്ലേടാ?
എന്തായാലും നമുക്ക് നേരിട്ട് കാണാം. എന്താ അതുപോലെ? എനിക്കാണോ അമ്മ? അയ്യോടാ, ഇനി മോള് പൊയ്ക്കോ പൊയ്ക്കോ. ഇനി ഇവൻ ശല്യം ചെയ്യോടാ, പറയടാ, ചെയ്യോടാ. ഇല്ല, പൊയ്ക്കോ പൊയ്ക്കോ. പക്ഷേ ഇനി ആര് ശല്യം ചെയ്യുന്നു മോള് ചോദിച്ചില്ല. ചോദിക്കുമോളെ, ചോദിക്കുമോളെ, ചോദിക്ക്, ചോദിക്കടേ. പേടിച്ചു പോയി പാവം. അയ്യേ, ഞാൻ ഇനി മോള് നമ്പർ മാറ്റുവോ? ഇല്ല. മാറ്റരുത്. എന്നാ ഇനി എല്ലാം ഫോണിലൂടെ. പൊയ്ക്കോ പൊയ്ക്കോ. പൊയ്ക്കോ, ഫോൺ പൊയ്ക്കോ.